ജിൻസിയുടെ ഫുൾ പാവാട ലെങ്ത് എത്രയാ? 29 എഴുതിക്കോ. നല്ല സിൽക്ക് ഷർട്ടാണല്ല. ബ്ലാക്ക് കാറ്റും ഉണ്ട്. ഇതാരേ പുതിയ അവതാരം? ഹലോ ഹലോ. വാവച്ചൻ അമേരിക്ക ഫോക്കാമോടെ സെക്രട്ടറി മലയാളി സമാജം. ഞാനങ്ങ് താമസം സാൻ ഫ്രാൻസിസ്കോയില. ഫ്രാൻസിസ് പോപ്പിന്റെ അത് സ്ഥലത്തിന്റെ പേരാണെന്ന്. ഇംഗ്ലീഷ് അറിയില്ല. എന്താ കാര്യം? ഞാനങ്ങ് താമസം അമേരിക്കയിലാണെങ്കിൽ ഞാൻ ഈ പൊൻകുന്നംകാരനാ. നമുക്ക് മറ്റവനെ ഒന്ന് മീറ്റ് ചെയ്യണം. എന്നാ അവന്റെ പേര്? അതെ, രാജ്കുമാറിനെ ഒന്ന് മീറ്റ് ചെയ്യണം. സാറിനെ കാണാൻ വന്നാ? ഇപ്പൊ ഷോട്ട് എടുക്കുമെന്ന് നടക്കുകയല്ല. അയ്യോ ഒക്കത്തില്ല, എനിക്ക് തന്നെ പോകണതാ. ഞാൻ താമസം അങ്ങ് സാൻ ഫ്രാൻസിസ്കോയിലാണെങ്കിൽ എനിക്ക് എത്തേണ്ടത് ഒക്കൽഹാമയല്ല. എന്നെ ഒക്കൽഹാമയാണല്ലോ ഇന്ന് കാണാൻ. ഒക്കൽഹാമയല്ല, ഒക്കൽഹാമ. അമേരിക്കയിലെ ഓരോ സ്ഥലങ്ങളുടെ പേര് കേട്ടില്ലേ? നമ്മൾ ചിരിച്ചിരിച്ച് ചാവട്ടെ. സത്യമാട്ടോ പറഞ്ഞേ. എന്നെങ്കിലും ഷൂട്ടിങ് എടാ പോയി പെട്ടി രാജ്കുമാർ മനസ്സിലായോ? വാവച്ചൽ അമേരിക്കയിലെ ഫോക്കാമോടെ സെക്രട്ടറി. മനസ്സിലായില്ലയോ? ഏത് ഭ്രാന്തനോടത് പിടിച്ചു മാറ്റ്. അടിപൊളി ഡ്രസ് ആട്ടോ. ഹലോ മിസ്റ്റർ, നമുക്ക് ഇത് ഞങ്ങളൊന്ന് എടുത്തോട്ടെ പ്ലീസ്. ഹീറോയിനില്ലേ മോളുടെ അഭിനയം എനിക്ക് എന്നെ ഇഷ്ടം അറിയോ? അഭിനയം കാണുമ്പോ തന്നെ രോമൊക്കെ എഴുന്നേറ്റും. അൽഫോൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വൈഫ് രാജ്കുമാറിന് ഭയങ്കര ഇഷ്ടം. സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. സെക്രട്ടറി സാൻ ഫ്രാൻസിസ്കോ ഷാജി ആൽബം കൊടുത്തേ. ഇതിൽ ഞാനവിടെ ഈ 4ാമത്തെ വരിയിലെ മഞ്ഞ ഷർട്ട് ഞാനാ കേട്ടോ. അല്ല ഭായി, എത്ര പേരെ കാണുന്നതാ നമ്മൾ ഓർത്തു വെക്കാൻ പറ്റുമോ? അറിയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഫ്രെയിമിൽ ഇങ്ങോട്ട് മാറി. ഫ്രെയിം അല്ല, നീ എന്റെ ക്ലോസ് ഫ്രണ്ട്. അമേരിക്കയിൽ നിന്ന് 1 കോടി അഡ്വാൻസ് ആയിട്ട് വന്ന പ്രൊഡ്യൂസറാണ് ഞാനെന്ന്. ഇദ്ദേഹത്തിനെ വെച്ച് ഈ ചരിത്രത്തിൽ ചെയ്യുന്ന ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടം ഇരിക്കുന്നത്. ഷാജി കാശും കൊടുത്ത് ഇന്നാ 1 കോടി ഉണ്ട്, കൈ പിടിച്ചേ. ഇതൊരു കോടിയുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ 1997 ഡിസംബറിൽ ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കാരണം അൽഫോൺസ് നാട്ടിലേക്ക് വരികയാണ്, അവളുടെ ബർത്ത്ഡേ ആണ് അന്ന് തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഇത്ര പെട്ടെന്ന് കഥയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ നോക്കണം. സാർ കമന്റ് ചെയ്യുന്നേ. ഇപ്പൊ സാറിന്റെ ഉള്ളിൽ തന്നെ എന്തുമാത്രം കള്ളക്കഥകളുണ്ടാവും. അത് വെച്ചങ്ങ് കീച്ചെന്നെ സാറുണ്ടാവില്ലേ? ശരിയാവും. കമ്മിറ്റ് ചെയ്തോ? ഡേറ്റ് ഡിസംബർ ജലന്റെ ഡേറ്റാ. നല്ല സബ്ജക്റ്റ് ആയിരുന്നു. മാറ്റി എഴുതാൻ പറയല്ലേ? പറയണം. അത്രേ ഉള്ളന്നേ. മോളുടെ എല്ലാ മൂവീസും ഞാൻ വാച്ച് ചെയ്യാറുണ്ട് കേട്ടോ. കോമഡിയും ബെസ്റ്റാ. ചിരിച്ചിരിച്ച് അങ്ങ് മരിക്കും. എത്ര റേറ്റ്? ഷാജി ആ കാശ് കിടത്തേ. ഇത് 10 ലക്ഷം രൂപ. ഇതങ്ങ് വെച്ചു. എടുക്ക്. ആ ക്യാരക്ടറല്ല സാറങ്ങ് തീരുമാനിക്കുന്നേ. മേടിച്ചോ. എന്താ പുള്ളിക്കാരന്റെ ഒരു ചിരി. ഒരു പടം കഴിയുമ്പോഴേ അത് കരച്ചിലായിട്ട് മാറിക്കോളും. അപ്പൊ സൂപ്പർ സ്റ്റാർ നായകനായി, കവിത നായികയായി. ഫിക്സ്. യോ രാജാവണിയല്ലേ? രാജാവണി യോ, നിങ്ങളുടെ പരിപാടി ഞാൻ ഒരുപാട് കണ്ടതാ. അമേരിക്കയിൽ വന്നപ്പോ എന്നാ ഒളിപ്പായിരുന്നു. ഗംഭീരായിരുന്നു കേട്ടോ. നമ്മളൊരു മൂവി ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അഡ്വാൻസ് റെഡിയാണ്. ഓക്കെ. അയ്യോ, എനിക്ക് അഡ്വാൻസ് ഒന്നും വേണ്ട, ഞാൻ അഭിനയിച്ചോളാം. മൂവി സ്റ്റാർസ് അല്ലേ? നിങ്ങൾ ഒരുമിച്ചേക്ക്, നമുക്കൊരു സ്നാപ്പ് എടുക്കാം. ഷാജിയെ ഇവർക്ക് അഡ്വാൻസ് കൊടുക്കണം കേട്ടോ. ഒരു ഉമ്മ വെച്ചോട്ടെ. ഒക്കൽബാമ നിങ്ങൾ വന്നേ. 3-4 പേർക്ക് കൂടെ അഡ്വാൻസ് കൊടുക്കുന്ന കാര്യം തനിക്കോ? എനിക്ക് വേണമല്ലോ. അഡ്വാൻസ് കിട്ടിയില്ലേ? ഷാജിയെ ആർട്ടിസ്റ്റിന് അഡ്വാൻസ് കൊടുക്കും. ആനക്ക് കൊടുത്താ പോരെ, പിണ്ടത്തിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ മൂവിയിൽ ആനയും പിണ്ടവും എല്ലാം വേണം. പിണ്ടം വെച്ച് കൈ തരുമ്പോ. സാറേ നമസ്കാരം. നായനായിട്ട് അഭിനയിക്കാൻ കിട്ടും. എന്റെ കൂടെ തുടങ്ങിയൊരു മുഴുവൻ വലിയ നിലവില. നല്ല രാശിയാ. എന്നാ പടം തുടങ്ങുന്നേ? ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. നായിക ഞാനാണേ. നായികയോ? നിങ്ങളോ? എന്റെ ദൈവേ, എന്നാ ഞാനായി പറ്റിയല്ലേ? പറ്റില്ലെന്നോ? എന്റെ ഭാഗ്യമല്ലേ അത്. ഓ വേറെ റെഡിയാവാ. എന്നാ ഞാൻ ചെല്ലട്ടെ സാറേ. നീ വാടാ മോനെ. ഒരു ബ്ലൈൻഡ് സ്ട്രീറ്റ് സിംഗറുടെ കഥയാന്നാ പറഞ്ഞേ. കമലഹാസൻ അന്ധനായിട്ട് അഭിനയിച്ചിട്ട് ഓടിയിട്ടില്ല. പിന്നെയല്ലേ രാജപാർവൈ കേട്ടിട്ടില്ലേ? ഹരിസാർ ഒന്നും കാണാണ്ട് എങ്ങനെ ഇറങ്ങോ? അയാൾക്ക് വട്ട പോത്തിനെ കിട്ടിയ ആള് നായനായിട്ട് അഭിനയിക്കും. പിന്നല്ലേ താനവന്റെ നായികയായിട്ട് അഭിനയിക്കാൻ പോകണോ? എന്നാ പിന്നെ തീരുമാനമായി. അയ്യേ ഞാനോ? ഞാൻ ചുമ്മാ ഇവിടെ സൂപ്പർ സ്റ്റാർ പടത്തിന് ഡേറ്റ് ഇല്ല. പിന്നെ ഞാനൊരു ഭാഗ്യ നായികയല്ലേ സാറേ. അപ്പോഴെന്താ പറഞ്ഞു വന്നത്? കാലിങ്ങനെ കലുഷിതായിക്കൊണ്ടിരിക്കണ കാലത്തിങ്കൽ സ്കൂളിൽ നിന്ന് മാഷ് പറഞ്ഞു കുട്ടിയൊക്കെ മോണോ ആക്ട് വേണമെന്ന്. എന്താ മോണോ ആക്ട്? ഏതാ അടുത്ത ഐറ്റം? അടുത്ത ഫിലോമിൻ ചേച്ചിയാ. ഭാരതാംബേ നിന്നൊക്കെ ആരെന്റെ ആരപ്പാപ്പനാക്കിയത്? അതിങ്ങോട്ട് താടാ. തളിയാരെ പനിനീര്. ഇവിടെ തളിയാരെ പനിനീര്. പനിനീര് തെളിയാനെ. അടുത്ത ശീലാമയാ. എന്റെ കൊച്ചു മുതലാളി, എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലല്ലേ കൊച്ചു മുതലാളി. ആസ്മയുള്ള ശീലേന്ദ്ര. മിണ്ടാണ്ടിരിക്കട സുഖേ. മണിച്ചേട്ടൻ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, നന്നായിണ്ട്. പെൺകുട്ടികളും മിമിക്രിയിൽ കുറവാ, അതുകൊണ്ട് കസറിട്ടാ. താങ്ക് യു ഏട്ടാ.
കണ്ണൂരുകാരിയാ മൃഗാളിനി. മൃഗാളിനിയല്ല മൃണാളിനി. മൃണാലിനി എനിക്കറിയാം. എന്റെ പേര് എല്ലാവർക്കും പ്രശ്ന. പേരെന്തോട്ടെ, പേര് ദോഷം ഉണ്ടാക്കായിരുന്നാ മതി. ഞങ്ങള് രണ്ടാളും ഒരുമിച്ച് ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ വന്നേ. ഇയാളൊട്ട് അഭിനയിച്ചതും ഇല്ല, ഞാൻ അഭിനയിച്ച തൊട്ട് സിനിമയിൽ ഉണ്ടായതും ഇല്ല. ഭാഗ്യം. എന്നാ പിന്നെ നോക്കിയാലോ, മറ്റന്നാൾ ദുബായിലാ ആദ്യ ഷോ. ഉമ്മക്ക് എന്തൊട്ട് റിഹേഴ്സല്, സ്റ്റേജിലൊക്കെ അങ്ങോട്ടാ പൊരിക്കുക. ഇല്ലട സുഖേ. പിന്നെ അല്ല. ഇങ്ങനെ നോക്കി കളിയാക്കൊന്നും വേണ്ട, എന്റെ മുഖത്തിന്റെ കുഴപ്പം എനിക്ക് തന്നെ അറിയാം. അയ്യോ അതല്ല, നിങ്ങളെ കണ്ടിട്ട് ചിരി നിക്കുന്നില്ലപ്പ. എനിക്ക് ചേട്ടന്റെ പാട്ട് ഭയങ്കര ഇഷ്ടാ. പിന്നെ ആ പട്ടിയുടെ ആക്ഷൻ ഒന്ന് കാണിക്കോ, ഒന്ന് കാണിക്കും മണിച്ചേട്ടാ. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് പട്ടീനെയും കുതിരനെയൊക്കെ പിടിക്കുള്ളൂ. ചേട്ടാ പ്ലീസ് കാണിച്ചു കൊടുക്കല്ലേ? കാണിച്ചു കൊടുക്ക്. എന്നാ പിടിച്ചോ. ജിമ്മീന്ന പാപ്പ. ചേട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തതിന്റെ താമസം റൂം നമ്പർ 504. നിങ്ങളൊന്ന് വരുവോ? വരണേ. ഇവൻ ഒറ്റയ്ക്കാ. റൂം നമ്പർ 504. പ്രിയൻ മരാടിയക്കരെ പുറകെ വിളിക്കലടാ. ഇത് കണ്ട എന്തൊട്ട് പെണ്ണുങ്ങളെ ആകർഷിക്കുന്ന ഒരു സ്പെഷ്യൽ സ്പ്രേ ആണ്. നീ ഇത് കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ചുകൂടെ പൗഡർ ഇടായിരുന്നു. എന്നിട്ട് കോലം കെട്ടാനായിട്ട്. ഇവൻ ഏതടാ? അല്ലേലും ഒക്കെ കറുപ്പല്ല ഇഷ്ടം. എടാ ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് കറുപ്പാ ഇഷ്ടം. പോർണുണ്ട ഒരു കമ്പനിക്ക്. ഇവന്റെ ഇഷ്ടം അതാണെങ്കിൽ ഒരു പെണ്ണ് നോക്കുന്നില്ലെന്നായിരുന്നല്ലോ നിന്റെ പരാതി. ചെല്ലടാ ചെല്ല് ചെല്ല്. നീ ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങള് പുറത്തുണ്ട്. ചെല്ലടാ. ദൈവമേ കാത്തോണേ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. നമസ്കാരം. ഓരന്റെ അച്ഛനാ കണ്ണൂര് കുഞ്ഞാപ്പു. വലിയ തബലിസ്റ്റാ. ഇതെന്റെ അമ്മ. നമസ്കാരം. ഇവർക്ക് രാജാമണി ചേട്ടനെ വലിയ ഇഷ്ടാ. രാജാമണി ചേട്ടന്റെ പാട്ട് എന്ന് വെച്ചാൽ ജീവനാ. അതുകൊണ്ടാ വരുമോന്ന് ചോദിച്ചത്. എന്നാലും ഇത്ര വേഗം വരുമെന്ന് വിചാരിച്ചില്ല. രാജമണി, ഞാൻ വിളിപ്പിച്ചതേ അന്ന് ആ കോഴിക്കോട്ട് വെച്ച് പാടിയ പാട്ടുണ്ടല്ലോ. കന്നിമാക പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ തേങ്ങയാകട്ടെ. അയ്യോ മാങ്ങയല്ല, മാമ്പഴം. എന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ, മാമ്പഴമാകട്ടെ എന്ന് എന്റെ പുന്നാരേ. അന്നേ താളം ശരിയായില്ല. ഒന്നുകൂടെ പാടിക്കേ. അച്ഛൻ പാട്ടില് ഭയങ്കര താളം തെറ്റി അപ്പൊ പിടിക്കും. അതെ അതെ, അതിന് താളം ഉണ്ടായിട്ട് വേണ്ടേ? മൊത്തം അവതാളോ? അതെ. ഇന്ന് കർക്കിടക മാസത്തിലെ കർത്തവാവ. മോഹൻ ടെൻഷൻ അടിക്കണ്ട. ജീവിതം മുഴുവൻ ഇരുട്ട് കയറിയ രാമുവിന്റെ കഥയല്ലേ ഇത്. നമുക്ക് കർത്തവാവിന് തന്നെ തുടങ്ങി ഒന്ന് പരീക്ഷിക്കാം. നമ്മുടെ രാജാമണി അഭിനയിച്ച് ഗംഭീരമാക്കിയാൽ ഈ പടം വിജയിക്കും, ഉറപ്പാ. യൂസുഫ് സാറേ, ഏതായാലും ഈ പടത്തിലെ ക്യാമറ തകർത്ത് അഭിനയിച്ചിരിക്കും, അത് ഞാൻ ഉറപ്പ് തരുന്നു. ഉഗ്രൻ ലൊക്കേഷൻ അല്ലേ, ഇനിയെല്ലാം മണിയുടെ കയ്യിലാ. ഹരിസാർ എടുക്കണ ഈ റിസ്ക് കാണുമ്പോ പേടിയാവേട്ടാ. എന്നെ ഇട്ടെന്റെ പേരില് കൂടെ അഭിനയിക്കാൻ പോലും ആളെ കിട്ടാനില്ല. നീ ഒന്ന് ചുമ്മാരി. മലയാള സിനിമയിൽ നല്ല മനസ്സുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, നമുക്ക് നോക്കാടാ. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോ എൻ മനസ്സിൽ പാട്ടുണരും.
ആർട്ടിസ്റ്റും ഇല്ലാതെ ഇങ്ങനെ ഒരു വിജയം ആരും പ്രതീക്ഷിച്ചില്ല. ഹരിസാറേ ദേ ഈ വരുന്നവന്റെ ടൈമാ. സാറേ എന്താടാ മണി, സന്തോഷമായോ? സന്തോഷം ആയില്ലെന്നോ? ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല സാറേ. അയ്യോ മരിച്ചേക്കല്ലേ? അതെന്താ സാറേ? എനിക്ക് നിന്നെ വെച്ച് കുറെ പടം എടുക്കണം. സന്തോഷം കൊണ്ട് എനിക്കിപ്പോ ചാവണമെന്ന് പറഞ്ഞ് കിടക്കാം സാറേ ഇവനിപ്പോ. ഒത്തിരി നന്ദിയുണ്ട് സാറേ. ശരിക്കും നിന്നോടാ നന്ദി പറയേണ്ടത്. ഞാൻ പ്രതീക്ഷനേക്കാൾ നീ കസറി. സാറേ എല്ലാരും പറയണത് നമ്മൾ ഈ പടം അവാർഡിന് അയക്കണോന്നാ. നോക്കാം. പക്ഷെ ഈ അവാർഡ് ലോബിയില്ലാത്ത നമ്മൾ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുവരെ എഴുതി തീർന്നില്ല. ഉടനെ ഉണ്ടാവുന്ന മൊത്തം തെറ്റാണല്ലോ. ഒന്നില്ലേ നീ സ്കൂളിൽ പോയല്ലടാ, കറുത്ത അല്ല റമ്മിന്റെ ശരിയാക്കി എഴുതടാ. എന്റെ പൊന്നു രാജ, നീ ഇവിടെ മനുഷ്യച്ചിരിക്കല്ലേ? റൂ ആണ്, ഉറുമ്പിന്റെ റൂ. തീരുമാനിക്കണം, ഞാൻ കാണിച്ചുതരാം. സുഖം നീ കറക്റ്റായിട്ട് എഴുതടാ. എടാ ഇറാണിത്, അങ്ങനെ നമ്മൾ പറയുമ്പോ അങ്ങനല്ലേ കറുത്ത. ഇപ്പോഴാണ് ശരിയായത്. സുഖം ഇങ്ങനെ ചന്ദ്രക്കലിട്ടാണ് റമ്മിന്റെ റായത്. ഇന്നത്തെ മീൻ എന്റെ വകയാ. ആയിക്കോട്ടെ. ഇത് ഏത് വിവരദോഷിയാണ് എഴുതിയേക്കുന്നേ? ഇവന്മാരെ സ്കൂളിൽ പോയിട്ടില്ല. നീ 5ാം ക്ലാസ് വരെ പോയതല്ലേ? കുറുപ്പിന്റെ റൂ, കറുത്ത മുത്ത്, ഇതാണാ ശരി? അതെ, ഞങ്ങളല്ല കാശ് തരുന്നത്. ഞങ്ങൾ പറയുന്ന പോലെ എഴുതിയാ മതി. റമ്മിന്റെ റാ, അതാ ശരി. എഴുതടാ. എടാ ഇങ്ങനെയാണ് റമ്മിന്റെ റായത്. നിന്റെ അമ്മയുടെ തല എന്നെ കൊണ്ട് പറ്റുന്ന ഇതുണ്ടാക്കാനൊന്നും. മണിക്ക് ഫോൺ വന്നു, വേമ്പാ നീതി എഴുതിയിട്ട് പോയാ മതി. കുറുപ്പിന്റെ റൂ, കറുത്ത മുത്ത്. തട്ടല്ലേ എടുത്തോ. ഇതാണ് എരിവും പുളിയുള്ള കൊടുക്കണ സ്കോച്ച് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പിട്ട് മാറ്റിയ പൊട്ട. രണ്ടിനടിയാണ്. അതെ, എന്തായി തീരുമാനമായോ? എന്ത് തീരുമാനമാവാൻ? അതുറപ്പല്ലേ ഇത്തവണത്തെ ദേശീയ അവാർഡ് എന്റെ രാജാവണിക്ക്. ഹലോ, മാതൃഭൂമിന്നാ? ഓ സന്തോഷമുണ്ട് കേട്ടോ. ഓ മണി ചെലവുണ്ട്. നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമുക്ക് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞാ അതൊരു സന്തോഷം തന്നെയാ. ഓ ഇങ്ങടേക്കോ? ആയിക്കോട്ടെ. ഡാ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു, അവരെല്ലാം കൂടെ ഇങ്ങോട്ട് പറഞ്ഞു. നീ ഒന്ന് നോക്കിക്കോണേ. ആ കാര്യം ഞാൻ ഏറ്റ്. നീ ഒരു കളർഫുൾ ഡ്രസ് എടുത്തിട്ടാ നോക്ക്. ടിവിയിലും പത്രത്തിലൊക്കെ വരാനുള്ളല്ലേ. മണി, ഈ ദേശീയ അവാർഡ് എന്ന് വെച്ചാല് എത്ര കിട്ടും? 19 ലക്ഷം രൂപ കിട്ടും. 25,000 എന്നാ പറഞ്ഞേ. 25,000? ആ, ഇന്നത്തെ ചെലവിന് 3-4 ലക്ഷം രൂപ വരും. ഈ അവാർഡ് എന്ന് പറയുന്നത് ഒരു അംഗീകാരല്ലേ, കാശല്ലല്ലോ വലുത്. ഇത് പൊളിച്ചുട്ടോ. എന്റെ ഭാര്യക്ക് സൗന്ദര്യ സങ്കല്പുണ്ട്. ഞാൻ വിശ്വസിക്കൂല. അതെന്തേ? അങ്ങനെയാണ് നിന്നെ കിട്ടൂല്ലോ. ഹലോ, എന്തായി സാറേ? ആണോ? ഓ താങ്ക് യു സാർ. എടാ ഡൽഹിന്നാ ഏതാണ്ട് ഉറപ്പിച്ചു. റമ്മിന്റെ റാ, ഒരുത്തന് ഉറുമ്പിന്റെ റൂ. പഠിക്കാനും ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതിയത്? പറയടാ. കുഴഞ്ഞല്ലോ ഈശ്വര. രാമപ്പന് കുറുപ്പിന്റെ റൂ ആണോ അതോ റമ്മിന്റെ റായാണോ വേണ്ടത്? നിന്റെ അപ്പന്റെ റായ് ഇല്ല രാമപ്പ. എന്റെ മോനെ കറുത്ത മുത്ത് എഴുതാൻ ആരടാ പറഞ്ഞത്? കറുത്തതല്ലേ? എന്റെ പെരുങ്കാളിയമ്മേ, ഈ രാജാമണിക്ക് അവാർഡേ കിട്ടണ്ടായിരുന്നു. ഇത് പേരെ എഴുതുന്നത് നിന്റെ അപ്പൂപ്പന്റെ കറുത്ത. ഇവിടെ വെളുത്ത. ഹരിസാറ്. ഹലോ, ഹരിസാറുണ്ടോ? നമുക്കിത് അവിടുന്ന് ഡൗണിൽ നിന്ന് അപ്ലോഡ് പോയി അതാ ഫ്രെയിം. സാറേ രാജാമണി അവിടെ പ്ലാൻ ചെയ്തോ. എന്താടാ സാർ അറിഞ്ഞോ? അവാർഡ് നമുക്കന്ന്. ഞാനും കേട്ടു. നീ ഇപ്പൊ ഇത് ആരോടും പറയണ്ട, അനൗൺസ് ചെയ്യട്ടെ. അല്ല, ഡൽഹിന്ന് നായർ സാറ് വിളിച്ചിരുന്നു. ഏതാണ്ട് തീരുമാനമായിന്നാ സാറേ പറഞ്ഞേ. ഈ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല.
പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ആൾക്കാർക്ക്. മിമിക്രി ആണെന്ന് പറഞ്ഞ ഒരിക്കൽ സ്റ്റേറ്റ് അവിടെ റിജക്ട് ചെയ്ത് അറിയാലോ. അത് മറക്കണ്ട സാറേ. ഞങ്ങളിവിടെ ആഘോഷമൊക്കെ തുടങ്ങി. സാറ് വരുമോ? ഞാനിവിടെ മദ്രാസിലാ. ഓ ആണോ? ഓക്കെ സാറേ. വേഗം എടുക്കടാ, അല്ലേ വേവൂടും. ഇത് കറക്റ്റായിട്ട് പൊട്ടുവോ? ടിവിയിൽ ന്യൂസ് വന്ന സാധനം അപ്പൊ പൊട്ടിരിക്കും. അങ്ങോട്ട് മാറിയെന്നോ, അല്ലെങ്കിൽ നിന്റെ അണ്ണാക്ക് വെച്ച് ഞാൻ പൊട്ടിക്കും. അതെ, ദേശീയ അവാർഡ് മേടിച്ച രാജാമണ്ണ അഭിനയം പഠിപ്പിച്ച് സുഖു എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്നോട് കളിച്ചാണ്ടല്ലോ 15 ഏക്കർ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൃഷിഭൂമിക്ക് ഇപ്പൊ വിലയില്ല. മാപ്പിള പറഞ്ഞ വിലക്ക് ഈ കച്ചവടം ചിന്തിക്കേ വേണ്ട. നിവൃത്തിയിടുകൊണ്ടാ ഒരു സഹായമായിട്ടെങ്കിലും. നമ്മൾ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ ആൾക്കാരല്ലേ. മേടിച്ച കാശും പലിശയും കൂട്ടിയാ ഇപ്പൊ തന്നെ എത്ര ലക്ഷമായെന്ന് അറിയാവോ? പിന്നെ ബാങ്ക് ലോണും. ശരിയാവില്ല മാപ്പിളെ, ശരിയാവില്ല. മോളുടെ കല്യാണ ഇതോടെ മുടങ്ങിയാല് ഞാനാണോ മുടക്കണത്? അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. മണ്ണിനോടും കൃഷിയോടും തോന്നിയൊരു മോഹത്തിന്റെ പേരിൽ വന്ന ബാധ്യതയാ. ഈ അവസ്ഥയല്ല കൈവിടരുത് ദയവായി. ഞാൻ എന്ത് ചെയ്യാനാ മാപ്പിളെ? ബാങ്കുകാർ ഈ സ്ഥലം ജപ്തി കണക്ക് നോക്കിയെടുത്തോളം അവർക്ക് ഈ തുക കൊണ്ട് മതിയാവേ ഇല്ല. ഈ പേരെയും പറമ്പ് പോവും. അതുകൊണ്ട് ബാങ്ക് ലോൺ ഞാൻ അടക്കാം. എനിക്ക് തരാനുള്ള 32 ലക്ഷം രൂപ ഞാൻ ഒഴിവാക്കുകയും ചെയ്യാം. എന്താ പോരെ? ചതിക്കരുത്. മോളുടെ കല്യാണ ചിലവിന് ഒരു 10 ലക്ഷം രൂപയെങ്കിലും. ഇത് 3ാമത്തെ ആലോചനയാണ്. ഇതും കൂടെ നടന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കർഷകൻ ആത്മഹത്യ ചെയ്താൽ കടം സർക്കാർ എഴുതിത്തള്ളു. ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്തിയും ഭീഷണിയൊക്കെ ഉള്ളൂ. അപ്പം മോളുടെ കല്യാണവും നടക്കും, കടവും തീരും. ഇറങ്ങടാ. നിങ്ങളിത് എന്താ തമ്പുരാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞൂടെ? അതെ, എല്ലാം കഴിഞ്ഞ് ഒരു 2 ലക്ഷം വേണേ തരാം. വേണ്ട. നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുമ്പോഴും എമ്പറാൻ എന്നെ ഓർത്തില്ലല്ലേ? എന്റെ മോനിപ്പ രാജാവാ, കണ്ടില്ലേ? നിങ്ങൾ ചോദിച്ചാൽ അവൻ എന്തും തരുമല്ല. എംബ്രാൻ എത്ര കടയുണ്ട്, അത് ഞാൻ വീട്ടും. ആലീസിന്റെ കല്യാണം നമുക്ക് ഗംഭീരായിട്ട് നടത്തണം. അതിനെത്രയാ വേണ്ടാച്ചാ ചോദിച്ചോ. മോനെ മണി, ഇതൊക്കെ മുകളിലിരിക്കുന്നവനൊരു കറക്കിക്കുത്തില്ല തമ്പുരാ. അതൊന്നും നമുക്ക് തടയാൻ പറ്റൂല. ജോസേ, എംബ്രാൻ എത്രയാ വേണ്ടെന്ന് വെച്ചാ കൊടുത്തേക്ക്. പ്രമാണൊക്കെ നമുക്ക് സൗകര്യം പോലെ ശരിയാക്കാം. ജോസ് നമ്മുടെ മാനേജരാ. നമസ്കാരം. അപ്പൊ മുതലാളി വിട്ടോ, നിങ്ങളുടെ കാശ് വീട്ടിലെത്തും. ഞങ്ങള് ബിസിനസ് ഒന്ന് സംസാരിക്കട്ടെ. നിന്റെ അച്ഛൻ്റെയും വിയർപ്പ് വീണ മണ്ണായത്. അത് നിന്റെ കയ്യിൽ വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എംബ്രാനിപ്പോ ഹാപ്പി ആയില്ലേ? നമുക്കൊന്നും പൊട്ടിച്ചാലാ? പഴയ പോലെ വാറ്റല്ല, സ്കോച്ചാണ്, സ്കോച്ച്. ഷുഗർ പിടിച്ച പശുവിന്റെ പാലാണ്. കുറച്ച് ഗോമൂത്രം മിക്സ് ചെയ്തിട്ടുണ്ട്, നിന്റെ തലയിലോട്ട് ഒഴിക്കട്ടെ? അയ്യോ വേണ്ടേ, ഞാൻ സൂപ്പർ സ്റ്റാർ ആയി പോവും. സൂപ്പർ സ്റ്റാർ രാജ്കുമാർ കില്ലടക്കിന് ഏതാ ടിക്കറ്റ് കൂടി മാത്രം. വാ വാ വാ. ഇതാണ് സാറേ, സാറിന് ഫ്രീ പാസ് ആട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ടോളാം. പിന്നെ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിന്റെ സിനിമ പുള്ളാതിന് മുമ്പ് പൂഞ്ഞാലി രാജാവിന്റെ സിനിമ പുള്ളാകുന്ന കാശ് വാടി എറിഞ്ഞിരിക്കാങ്ങള്. നിങ്ങൾ പോകാൻ കറ്റിക്കണ ആൾക്കാരെ കരുമാറുകയാണെങ്കിൽ ഡയലോഗ് തിയേറ്ററിൽ കേൾക്കാണ്ട് വന്നാ മലപ്പുറം കത്തിയാവണം തങ്ങളുടെ പൂളിക്കളയും. രാജ്കുമാറിന് എനിക്ക് പ്രശ്നമല്ല. ഞാൻ രാജ്കുമാർ സാറിന്റെ പടത്തിൽ ഡയലോഗ് പറഞ്ഞല്ലേ അഭിനയം പഠിക്കാൻ. മോർണിംഗ് ഷോ കരിമാണി പുള്ളേ. അയാൾക്ക് ഒരു ബോർഡ് കിട്ടാ. പാലിന്റെ കാശ്, പാലിന്റെ കാശ് എത്ര ലിറ്റർ? 100. 100.
രാജകുമാർ സാറിന്റെ വലിയ ശരീരം നനഞ്ഞു വരണ്ടേ? അപ്പൊ അത്രയും പാല് വേണ്ടെന്ന്. 10 ലിറ്റർ പാല് 90 ലിറ്റർ വെള്ളം ചേർക്കുള്ളൂ. അത് നിങ്ങളുടെ തന്ത. എനിക്ക് എന്റെ തന്തയെ പോലെയാണ് രാജകുമാർ സാർ. അങ്ങേരുടെ പാല് ഞാൻ വെള്ളം ചേർക്കോ? അങ്ങേരുടെ പാലോ? നിങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ പശുവാണോ? എന്റെ ശശിയാണ് ഇതിന് വെള്ളം ചേർത്തല്ല. നിങ്ങൾ എന്റെ പേരിൽ 300 ലിറ്റർ കണക്കെടുത്തി എടുക്കൂലേ? ആ കാശ് അങ്ങോട്ട് കൊടുക്കാം. അങ്ങോട്ട് ഷൂട്ടപ്പോഴാ തുടങ്ങുന്നത്. ഞാനാണ് പറയേണ്ടത്, അവരല്ലേ? നീ അവിടെ പോയി ചോദിക്കടാ. ചോദിച്ചിട്ട് നിവർത്തിയില്ല മനുഷ്യന്. ഷാജി, തിയേറ്ററിൽ ആള് തീരില്ല. നമ്മളോട് ഫാൻസാരെ കണക്കല്ലേ കരുമാടിക്ക് കൂവാൻ കയറ്റിയത്. ആ രാജ്കുമാർ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വന്നേരെങ്കിലും പുള്ളിയുടെ പടത്തിന് കയറ്റിക്കൂടെ? നിങ്ങൾ കൂവാൻ കയറ്റിയ ആൾക്കാരൊക്കെ മഴയുടെ പടം കണ്ട് കൈയടിക്കാണ്. ഒന്ന് പോയാ അവിടുന്ന്. രാജ്കുമാർ സാറിന്റെ പടത്തിനെ മോർണിംഗ് ഷോക്ക് അല്ലെങ്കിൽ ഇത്തിരി ആള് കുറയും. മാറ്റിനെ ആവുമ്പോ നോക്കിക്കോ, പൂരത്തിലുള്ള ആൾക്കാരുണ്ടാവും. തേക്കുംകാട് മൈതാനിലായിരിക്കും. നീ വന്ന് ആ ചെണ്ടക്കാരോട് മാറ്റി കേട്ട് ഇക്കടക്കിന് ആരും കയറാൻ വഴിയില്ല. ഷോ കഴിയുമ്പോ ഊണ് മേടിച്ചു കൊടുക്കൂ. ഊണൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞോട്ടേക്ക്. ഇനിയിപ്പോ അയാളടുത്ത് എന്തെന്ന് പറയും. 1 മണിക്കൂറായി തുടങ്ങിയിട്ട് എന്റെ കോപ്പിലൊരു ഫോൺ വിളി. ഇങ്ങനെ ഷൂട്ടിംഗ് ബ്രേക്ക് ആകുമ്പോഴാണ് റിലാക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. മുമ്പ് ആലു എടുത്തുണ്ടോ? മോനെ ഒരു മിൽക്ക് ഷേക്ക് കൂടെ എടുത്തോ. ഇത്തിരി ബദാം കൂടെ എടുത്തോ. ശരി സാർ. ഒരു വല്ലാത്ത പരിപാടി. ഇപ്പൊ എത്ര നേരം ചൊറിഞ്ഞിട്ടിരിക്കാനും പയ്യ. എന്ത് കഷ്ടം നോക്കിയേ. സാറേ സാറേ, ഇതെപ്പ തുടങ്ങും? എനിക്കൊന്ന് മൂത്രമൊഴിക്കാനാണ്. എന്നാ ഞാൻ ഒഴിപ്പിച്ചു. അപ്പൊ ഇത് ഊരില്ലെങ്കിൽ ചാക്കിനകത്ത് മൂത്രമൊഴിക്കണോ? ഓ ഇങ്ങോന്നേ. എന്താ സാർ? ഈ തുളവട അവിടെ വെച്ചട്ടെ ഇവിടെ ഒരു തുളയിട്. അയ്യോ സാർ. ആ ഉഴുന്നോടെ കൊണ്ടുവരും. ശരി സാർ. ഓ, ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ ഷാപ്പാറിനൊരു കുഴപ്പമില്ല. വെട്ടി വിഴുങ്ങുക. റിഫ്ലക്ടർ അങ്ങോട്ട് മാറ്റി വെക്കേ. ഞാൻ ആദ്യം സബ്ജക്റ്റ് കേട്ടപ്പോഴേ പറഞ്ഞതാ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന്. വീണല്ലേ? ഓക്കെ ഓക്കെ. സാറേ, മലബാർ കോഴിക്കോട് ഭാഗത്തൊക്കെ ഭയങ്കര പോക്ക കേട്ടോ പടം. കയ്യിൽ നിന്ന് പോയി. തിരുവനന്തപുരത്ത് നല്ല കൂവല. അടുത്ത ഷോയ്ക്ക് ആരും ഇല്ലെന്നാ പറയണേ. അപ്പൊ പിന്നെ ഇനി ഇയാളെ വെച്ചെടുക്കണോ? പാലക്കാടും പോയി. എനിക്കറിയായിരുന്നു. 18ഉം 19ഉം ഷിജിക്ക് വർക്കില്ല കേട്ടോ. പക്ഷെ റൂം പറഞ്ഞിട്ടുണ്ട് തലേന്നേ പോരെ. ആ വാവച്ച സാറിന് എന്തോ പറ്റി? അയാൾ ഇരിക്കുന്നു നിൽക്കുന്നു നടക്കുന്നു, പിന്നെ ഇരിക്കുന്നു നിൽക്കുന്നു നടക്കുന്നു. എന്തുവാ? അതുപോലെ പൈസന്റെ ആയിരിക്കും. മൂലക്കുരുവോ? അതിങ്ങനെ നടന്നാ മാറുവോ? എന്നാ പിന്നെ ഇവിടെ വർക്കോ നടക്കുന്നില്ല. ഞാനൊന്ന് നടന്നേച്ചു വരാം. ഇതൊക്കെ എന്ത്? അതെ, ഇതിപ്പോ ഇങ്ങനെ പോയ എങ്ങനെ? ഷൂട്ടിംഗ് നടക്കണ്ടേ? ഇറങ്ങി ഇവിടെ തന്നെ റിസൾട്ട് അറിയാതെ മൂപ്പരിനെ അഭിനയിക്കത്തില്ല. അങ്ങനെ പതിവ്. ഈ മൂവിയുടെ ഷൂട്ടിംഗ് ഇങ്ങനെ പോകുന്നെങ്കിൽ എന്റെ സാൻ ഫ്രാൻസിസ്കോയിൽ വീടങ്ങ് വിൽക്കേണ്ടി വരും. എന്തെങ്കിലും ഒന്നും ചെയ്യാതെ പറ്റത്തില്ല കേട്ടോ സാറേ. ഇവിടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാ. മൂപ്പരെ പുതിയ പടം റിലീസ് ചെയ്യുന്ന ടെൻഷനില്ല. അത് കഴിയാതെ ഷൂട്ടിംഗ് നടക്കും തോന്നുന്നില്ല. ഈ സാൻ ഫ്രാൻസിസ്കോയിലെ വീട് ഈ കോപ്പനോട് 1000 വട്ടം പറഞ്ഞാൽ ഇത്രയും വലിയ സെറ്റപ്പ് ഇന്ന് വേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കും. അങ്ങേരും കൂടെ വിചാരിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നീ പോയിട്ട് രാജനെ വിളിച്ചോ. ഏത് രാജൻ? രാജ്കുമാറിനെ. അങ്ങനെ പറയല്ലേ, അങ്ങേര് ഭയങ്കര ദേഷ്യക്കാരനാ. നമുക്ക് എല്ലാവർക്കും കൂടെ പോയി അങ്ങേരുടെ കാലെ പിടിച്ച് വീണ കാര്യം നടക്കും. വീണ കാര്യം നടക്കും, എനിക്ക് ഉറപ്പാ. വാ. ഇവിടെ വീണോ? എനക്ക് ഒന്നും പറ്റിയില്ല. വാ. എന്നാതിന്? അതെ, നമ്മുടെ മുഖഭാവം കണ്ട മൂപ്പർക്ക് തോന്നണം പടം സൂപ്പർ ഹിറ്റാണ്. അതെ അതെ. ചെല്ലി ചെന്ന് മൂട്ടറ വായി നോക്കിക്കത് അങ്ങോട്ട് ചെല്ലേ. എന്താണ്? കൺഗ്രാജുലേഷൻ സാർ. കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഹൗസ്ഫുള്ളാ. തിരുവനന്തപുരത്താണെങ്കിൽ കയ്യടി കാരണം ഡയലോഗുകൾ കേൾക്കാൻ പറ്റുന്നില്ലെന്നുള്ള പരാതിയാ. ഭയങ്കര ഹിറ്റാ. അതെ, ഷൂട്ടിംഗ് തുടങ്ങാന്ന് പറഞ്ഞു. ആരെങ്കിലും വിളിച്ചോ? ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് അങ്ങോട്ട് വിളിച്ച് വെച്ചതേ ഉള്ളൂ. പുള്ളി പറഞ്ഞെന്നറിയോ, ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. നല്ല പടം. ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂവി തോപ്പിക്കാൻ കുറെ അമ്മമാരുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. വാ വാ വാ. ഫാൻസാർ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് ഷൂട്ടിംഗ് തുടങ്ങാൻ തുടങ്ങി. സന്തോഷ വാർത്ത തരാൻ സാറിന്റെ ആളെത്തി. ആ ചിരി കണ്ടാ അറിയാം. കൊച്ചു ഒക്കെയാ സാറേ. പടം സൂപ്പർ ഹിറ്റാ. അറിഞ്ഞായിരുന്നു. അപ്പൊ എങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങാം? ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുള്ള ഇന്നങ്ങ് തീർത്താലേ ചെലവ് പറഞ്ഞു. അടങ്ങന്റെ വാവച്ച. ഒരു പടം സൂപ്പർ ഹിറ്റ് ആവുന്നതിന്റെ ടെൻഷൻ വല്ലതും ഇയാൾക്ക് അറിയൂ? അതെ, ചുമ്മാ കാശങ്ങ് ചെലവാക്കിയാ പോരെ. എനിക്കൊന്നും അറിയത്തില്ലോ. ഡയറക്റ്റ് ലഞ്ച് കഴിഞ്ഞിട്ടാവാ. അതാരാ? അയ്യോ, ഞാൻ മറന്നു. ഈരാളി വന്നു. ഒരു ചെറിയ ഇന്റർവ്യൂ 10 മിനിറ്റ്. ഞാൻ പെട്ടെന്ന് റെഡിയാവും. വെറുതെ നിൽക്കാതെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്ക്. ഒക്കെ റെഡിയാണ്. ക്യാമറ സൂം ചെയ്തോ. കണ്ടില്ലേ, പടം ഹിറ്റ്. വെറും ഹിറ്റ് അല്ല, സൂപ്പർ ഹിറ്റ്.